നമ്മുടെ സീരിയൽ വിഷയം എന്ന് പറയുന്നവരുടെ ഒരു വാക്ക്. സീരിയലുകൾ 30 എണ്ണം ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അരമണിക്കൂർ വെച്ചുള്ള എപ്പിസോഡാണ് സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഞാനും മലയാളം കലാരംഗത്തേക്ക് തുടക്കം കുറിച്ചത് ഒരു സീരിയലിലൂടെയായിരുന്നു. സീരിയലിൽ പിന്നെയും വേഷങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആരുടെയും പുറകെ പോയിട്ടില്ല, ചാൻസസ് കിട്ടിയിട്ടുമില്ല. അതെൻ്റെ ആവശ്യമില്ല. കാരണം മലയാള സിനിമയിൽ ചെറിയ ചെറിയ ഭാഗങ്ങളാകാൻ പറ്റുന്നുണ്ട്, ഡയലോഗ്സും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രംഗങ്ങളും ശോഭിക്കട്ടെ. അതുപോലെ തന്നെ സീരിയൽ രംഗങ്ങളും ഇനിയും സീരിയലിലേക്ക് എനിക്ക് ഓഫറുകൾ പലതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ പറയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ പ്രവർത്തകൻ സീരിയൽ വിഷമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിനിമയിലും പല പല രംഗങ്ങളില്ലേ, എല്ലാം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്ന കേസാണ്. സീരിയലിലും സിനിമയിലും നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ പേടി തോന്നും. പക്ഷേ അത് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഭാഗമാണ്. അതൊരു ബിസിനസ്സാണ്, സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും. അപ്പോൾ ഒരു കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ചിലപ്പോൾ പാളിപ്പോകാം. അതിൽ നമുക്ക് ആരോടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചില പ്രൊഡ്യൂസർമാർ ചൂടാകും, അതിൽ അവരുടെ പൈസ മുടക്കി ചെയ്യുന്നതുകൊണ്ട് അവർ ചൂടാകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് കലാകാരന്മാരായി വരുന്നത് സിനിമ സീരിയലിലൂടെ തന്നെയാണ്. അല്ലാണ്ട് ജനിക്കുമ്പോൾ തന്നെ ആരും നടനും നടിയൊന്നും ആകില്ല. പണ്ട് നാടകത്തിലൂടെയായിരുന്നു ആൾക്കാർ ചുവട് വെച്ചത് കലാരംഗത്തേക്ക്. ബ്രൈറ്റൊക്കെ നാടകത്തിലൂടെ ചുവട് വെച്ചതൊക്കെ പറയുന്നുണ്ട്. ശരിയാണോ തെറ്റോന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞു വരാം. പിന്നെ ഞാൻ വന്നത് റാണി രാജ എന്ന സീരിയലിൽ എപ്പിസോഡ് 8 നമ്മുടെ 8ാമത്തെ എപ്പിസോഡിൽ നമ്മുടെ അർച്ചന കവിക്കൊപ്പമാണ് അഭിനയിച്ച അമ്മാനോറ മാക്സിൽ ഇപ്പോഴും ഉണ്ട് എപ്പിസോഡ്. അപ്പോൾ അലിൻ ജോസ് പെരേര എന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ കാരണം നമ്മൾ എല്ലാ മേഖലയും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇത് വിഷമം തോന്നി.